ഹലോ, വെൽക്കം യു ഓൾ ടു ബിഗ് ലേണിംഗ്. മൈസെൽഫ് കാവ്യ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട്സ്, നമുക്കൊന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടെ ഡീൽ ചെയ്ത് നോക്കാം. The following tables gives the percentage distribution of population of five states P, Q, R, S, and T on the basis of poverty line and also on the basis of sex. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? നമ്മൾ ആദ്യം ഇന്റർപ്രറ്റ് ചെയ്യണം. ഞാൻ എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? ടേബിളിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. അപ്പൊ ടേബിളിനെ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇവിടെ റേഷ്യോ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഇന്റർപ്രറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് 1, 2, 3, 4, 5 സ്റ്റേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. P, Q, R, S, T 5 സ്റ്റേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ എത്ര തന്നിട്ടുണ്ട്? 35, 25, 24, 19, 15. ഇത്രയും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി പ്രപ്പോർഷൻ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, മെയിൽസും ഫീമെയിൽസും തമ്മിലുള്ള ആ ഒരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയും നമുക്കിവിടെ തന്നിട്ടുണ്ട്. മെയിൽ ഈസ് ടു ഫീമെയിൽ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ബിലോ പോവർട്ടി ലൈൻ കണ്ടീഷൻ ആണ് തന്നത്. 5:6, 3:5, 1:2, 3:2, 5:3. ഇനി എബവ് പോവർട്ടി ലൈൻ തന്നിട്ടുണ്ട്. എബവ് പോവർട്ടി ലൈനിൽ എങ്ങനെയാ തന്നിരിക്കുന്നത്? 6:7, 4:5, 2:3, 4:3, 3:2. അപ്പൊ നമുക്ക് ഇതൊന്ന് ജനറൽ ആയി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് പ്രപ്പോർഷൻ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് തന്നിട്ടുണ്ട്. അതിന് തന്നെ രണ്ട് ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ്? ബിലോ പോവർട്ടി ലൈൻ തന്നിട്ടുണ്ട്, എബവ് പോവർട്ടി ലൈൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേരിയസ് സ്റ്റേറ്റ്സ് അല്ലെ, 5 സ്റ്റേറ്റ്സ് തന്നിട്ടുണ്ട്, പെർസെന്റേജും തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ടേബിൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈഫ്, ശ്രദ്ധിച്ചു നോക്കാം, ഇഫ് ദ മെയിൽ പോപ്പുലേഷൻ എബവ് പോവർട്ടി ലൈൻ, അപ്പം നമുക്ക് കിട്ടി മെയിലാണ്. ഓക്കെ, എബവ് പോവർട്ടി ലൈൻ ആണ്. ഓക്കെ, സ്റ്റേറ്റ് 6 ആണ് അല്ലെ. ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. P-ന്റെ, Q-ന്റെ, R-ന്റെ, S-ന്റെ, T-ന്റെ. അതില് 6 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഫ്രണ്ട്സ്? യെസ്. എത്രയാണ്? ഫോർ സ്റ്റേറ്റ് R is 1.9 million. ഓക്കെ, APL എന്ന് പറയുന്നത് അല്ലെങ്കിൽ എബവ് പോവർട്ടി ലൈൻ ഫോർ സ്റ്റേറ്റ് R എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നു. എത്രയാണ് ഫ്രണ്ട്സ് തന്നിരിക്കുന്നത്? 1.9 million. Then the total population of state R, സ്റ്റേറ്റ് ആറിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. സോ ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ, നമുക്ക് if the male population above poverty line for state R is 1.9 million, നമുക്ക് സ്റ്റേറ്റ് ആറിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ നല്ല പോലെ. സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു ഇത്തിരി ടഫാണ്, കാരണം ഇതുവരെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത പോലെയല്ല, ഇത്തിരി ടഫ് ആയിട്ടുള്ള ഏരിയ ആണ്. സ്റ്റേറ്റ് ആറിന്റെ മെയിൽ പോപ്പുലേഷൻ എബവ് പോവർട്ടി ലൈൻ നമുക്ക് 1.9 million തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിക്കണേ? വളരെ സിമ്പിൾ ആയി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. Let the population of state R be X million. നമുക്ക് പോപ്പുലേഷൻ അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ റേഷ്യോ അല്ലേ ഫ്രണ്ട്സ് തന്നിരിക്കുന്നത്, നമുക്ക് അറിയില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് സ്റ്റേറ്റ് ആറിന്റെ പോപ്പുലേഷനെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ആർ എബവ് പോവർട്ടി ലൈൻ, നമുക്ക് ഇവിടെ പോപ്പുലേഷൻ തന്നിട്ടില്ലേ? യെസ്. എങ്ങനെയാ തന്നെ? പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എബവ് പോവർട്ടി ലൈൻ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ. ഇവിടെ ആറിന്റെ ബിലോ പോവർട്ടി ലൈൻ എത്രയാണ് ഫ്രണ്ട്സ് തന്നിരിക്കുന്നത്? 24 തന്നിരിക്കുന്നത് ആണല്ലോ. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 മൈനസ് 24 പെർസെന്റേജ് ഓഫ് എക്സ് എന്ന് എഴുതുന്നു. അതല്ലേ നമ്മുടെ എബവ് പോവർട്ടി ലൈനിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്? യെസ്. അപ്പൊ 100 മൈനസ് 24, അപ്പൊ എത്ര കിട്ടും? 76/100 ഇൻറ്റു എക്സ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എക്സ് എന്താണ്? യെസ്, സ്റ്റേറ്റ് ആറിന്റെ ടോട്ടൽ പോപ്പുലേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. അയ്യോ 1.9 million തന്നിട്ടില്ലേ എന്ന് കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ 1.9 million തന്നിരിക്കുന്നത് എന്താണ്? മെയിൽ പോപ്പുലേഷൻ ആണ് തന്നിരിക്കുന്നത്.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് മെയിൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ആർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിവിടെ മെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? എബവ് പോവർട്ടി ലൈൻ. ശ്രദ്ധിക്കുക, ബിലോ എടുക്കരുത്, കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എബവ് ആണ്. സോ എബവില് ആറിന്റെ റേഷ്യോ 2:3 ആണ് വരുന്നത്. അതായത് മെയിലിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? മെയിലിന്റെ റേഷ്യോ 2/5ഉം ഫീമെയിലിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 3/5. നമ്മളോട് ഇവിടെ എന്താ, മെയിൽ അല്ലേ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില്. സോ അത് വെച്ച് കണ്ടുപിടിക്കാം. സോ 2/5 into 76/100 into x, അങ്ങനെ നമ്മൾ എഴുതി. ഇനി നമുക്ക് തന്നിരിക്കുന്നു മെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു അല്ലേ, എത്രയാണ്? 1.9 മില്യൺ ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? 2/5 into 76/100 into x is equal to 1.9. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും എക്സിനെ ഫോർമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ എക്സിനെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെ എക്സിനെ എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? 5 into 100 into 1.9 divided by 76 into 2. സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ആൻസർ 6.25 എന്ന് കിട്ടും. അതായത് നിങ്ങളുടെ സ്റ്റേറ്റ് ആറിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? It will be 6.25 million. Here your answer is option D. അപ്പൊ വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. Let's move on to the next question. What will be the number of females above the poverty line in state S if it is known that the population of state S is 7 million? അപ്പം നമുക്ക് പോപ്പുലേഷനെ തന്നിരിക്കുകയാണ് അല്ലേ? യെസ്. അവിടെ എന്താണ് നമ്മൾ വരുന്നത്? വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യാം. ഫീമെയിൽസ്, യെസ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫീമെയിൽസ് എബവ് പോവർട്ടി ലൈൻ അല്ലേ, APL ആണ് നമുക്ക് അവിടെ വരുന്നത്. ഏത് സ്റ്റേറ്റിന്റെ കൺസിഡറേഷൻ ആണ്? സ്റ്റേറ്റ് എസിന്റെ കൺസിഡറേഷൻ ആണ് തന്നിരിക്കുന്നത്. അവിടത്തെ എന്താണ് തന്നിരിക്കുന്നത്? ടോട്ടൽ പോപ്പുലേഷൻ ആണ് തന്നിരിക്കുന്നത്. അതെത്രയാണ്? നമുക്ക് 7 മില്യൺ ആണ്. നോക്കിക്കേ, ഇത്രയും ക്രൈറ്റീരിയ, 5 ക്രൈറ്റീരിയസ് തന്നിട്ടാണ് നമ്മളോട് ഇവിടെ സോൾവ് ചെയ്യാനായി പറയുന്നത്. സോ ആസ് എ റിസൾട്ട് എന്താ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ സോൾവ് ചെയ്യാൻ നോക്കാം ഫ്രണ്ട്സ്. ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് എസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 7 മില്യൺ ആണ് തന്നിരിക്കുന്നത്. Therefore, population above poverty line. നോക്കിക്കേ, സ്റ്റേറ്റ് എസിന്റെ കേസിൽ നമുക്ക് ബിലോ പോവർട്ടി ലൈൻ എത്ര തന്നിട്ടുണ്ട്? 19 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എബവ് പോവർട്ടി ലൈൻ, എന്തുകൊണ്ടാണ് അവിടെ എബവ് പോവർട്ടി ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വരാം, എന്തുകൊണ്ടാ? ഇവിടെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത് എബവ് പോവർട്ടി ലൈൻ ആണ്. അപ്പൊ നമുക്ക് എബവ് പോവർട്ടി ലൈൻ കാണണ്ടേ? യെസ്. സോ 100 എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് പോപ്പുലേഷൻ ആണ്. അപ്പം 100 മൈനസ് എങ്ങനെ വരുന്നു? 19 എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട്സ്? നമ്മൾ ഇവിടെ എടുത്തിട്ടില്ലേ, അതെന്താണ്? ബിലോ പോവർട്ടി ലൈൻ. നമുക്ക് എബവ് പോവർട്ടി ലൈനിന്റെ പ്രൊപ്പോർഷൻ അല്ലേ കാണേണ്ടത്? യെസ്. അപ്പം 100 മൈനസ് 19, അപ്പൊ എത്ര വരും? വിൽ ഗെറ്റ് ഇറ്റ് ആസ് 81% ഓഫ് 7 മില്യൺ. അപ്പൊ 81% ഓഫ് 7 മില്യൺ എന്ന് പറഞ്ഞാൽ 81 divided by 100 into 7. അപ്പൊ എത്ര കിട്ടും? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5.67 മില്യൺ. അപ്പൊ ഇനി എന്താണ്? നമ്പർ ഓഫ് നമുക്ക് എന്താ കാണേണ്ടത്? നമ്പർ ഓഫ് ഫീമെയിൽസ് എബവ് പോവർട്ടി ലൈൻ ആ കാണേണ്ടത് അല്ലേ? ബിലോ അല്ല, എബവ് പോവർട്ടി ലൈൻ. അപ്പൊ നമ്മൾ ഇനി നോക്കിക്കേ, ഏതാണ് സ്റ്റേറ്റ്? എസ് ആണ് വരുന്നത് അല്ലെ? എസിന്റെ കണ്ടീഷൻ നോക്കിക്കേ, 4:3 ആണ് വരുന്നത് ആണല്ലോ. എങ്ങനെയാ പ്രപ്പോർഷൻ? മെയിൽ ഈസ് ടു ഫീമെയിൽ ആണ്. അതായത് 4:3 ആണ് പ്രപ്പോർഷൻ ആയിട്ട് വരുന്നത് ആണല്ലോ. യെസ്. അപ്പം നമ്മൾ ഇവിടെ എങ്ങനെ എടുക്കും? ആൻഡ് സോ ദ നമ്പർ ഓഫ് ഫീമെയിൽസിന്റെ കണ്ടീഷനാ. ഫീമെയിൽസ് എത്രയാ വരിക? ഈ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? 4ഉം 3ഉം കൂട്ടിയാൽ നമുക്ക് 7 ആണ് കിട്ടുന്നത് ആണല്ലോ. യെസ്. ഫീമെയിൽ എത്രയാണ്? 3 അല്ലേ? സോ 3/7. സോ 3/7 ഇൻറ്റു ഇവിടെ നമുക്ക് കിട്ടിയത് 5.67. സോ വെൻ യു ഗോ ഫോർ ദാറ്റ്, you will get the answer as 2.43 million, where your answer is option B. So I hope this is clear for everyone. രണ്ട് പാറ്റേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പാറ്റേൺ പോലെയല്ല നമ്മളോട് രണ്ടാമത്തെ പാറ്റേൺ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പാറ്റേണിൽ നമ്മളോട് ചോദിച്ചത് എന്താണ്? നമുക്ക് അവിടെ ജസ്റ്റ്
ആ ഒരു മെയിൽ പോപ്പുലേഷന്റെ കണക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ ഇവിടെ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ടോട്ടലാ തന്നിരിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ, ക്വസ്റ്റ്യൻ മാറുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നെക്സ്റ്റ് if the population of males below poverty line for state Q is 2.4 million and that for state T 6 million. അതായത് population of males below poverty line, ബിലോ പോവർട്ടി ലൈനിലെ പോപ്പുലേഷൻ ഓഫ് മെയിൽസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ കണ്ടീഷൻ? ക്യൂവിന്റെ സ്റ്റേറ്റില് 2.4 ആണ് തരുന്നത്. ഐ മീൻ 2.4 മില്യൺ ആണ് തരുന്നത്. ആൻഡ് ദാറ്റ് ഫോർ സ്റ്റേറ്റ് ടി, സ്റ്റേറ്റ് ടി എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻ എത്രയായിട്ടാണ് തന്നിരിക്കുന്നത്? സ്റ്റേറ്റ് ടീന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 6 മില്യൺ ആയിട്ടാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. Then the total population of state Q and T are in the ratio. അപ്പം സ്റ്റേറ്റ് ക്യൂവിന്റെയും സ്റ്റേറ്റ് ടീന്റെയും ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കീവേഡ്സ് മനസ്സിലാക്കുക. ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് മെയിൽസ്, മെയിൽസ് ആണല്ലോ, യെസ്, ബിലോ പോവർട്ടി ലൈൻ, കീവേഡ് ഏത് സ്റ്റേറ്റ്? ക്യൂ ഏതാണ്? എത്രയാണ് തന്നിരിക്കുന്നത്? 2.4 മില്യൺ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഫോർ സ്റ്റേറ്റ് ടി, സ്റ്റേറ്റ് ടി എത്രയാണ്? 6 മില്യൺ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ ആണ് കണ്ടത്, ഏതിന്റെ? ക്യൂവിന്റെയും ടിന്റെയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ നമുക്ക് തന്നിരിക്കുന്ന എത്രയാണ്? 2.4 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ലെറ്റ് ദ ഫീമെയിൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ ബി എക്സ്. ഫീമെയിൽ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് പറഞ്ഞിട്ട് ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആ റേഷ്യോ വെച്ച് 3:5 is equal to 2.4 into 2.4 is to x എന്ന് എഴുതാം. 3:5 is equal to 2.5 is to x എന്ന് എഴുതാം. അതിന്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? 5 into 2.5 divided by 3 which will give you the answer 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ എത്ര കിട്ടി? 2.4 പ്ലസ് 4. ഈ 4 നമുക്ക് എത്ര കിട്ടിയപ്പോ ആൻസർ? വി ഗോട്ട് ഇറ്റ്സ് ആറ്റ് 6.4. ഇനി നമ്മൾ റെപ്രസെന്റേഷൻ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും പോസ്റ്റുലേറ്റ് ചെയ്യാം. ഇഫ് എൻ ക്യൂ ബി ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ക്യൂ, നമുക്ക് അറിഞ്ഞൂടാ എത്രയാണ് സ്റ്റേറ്റ് ക്യൂവിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. എൻ ക്യൂ ബി ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ക്യൂ എന്ന് നമ്മൾ പറയാണ്. ഇത് നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണ്? സ്റ്റേറ്റ് ക്യൂവിന്റെ ഒരു പ്രപ്പോർഷൻ ആണ് ചെയ്യുന്നത്. 25% ഓഫ് എൻ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6.4 മില്യൺ ആണ് വരുന്നത്. അപ്പൊ എൻ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാണാം? 6.4 into 100 divided by 25 million. So which will give you the answer 25.6 മില്യൺ എന്ന് ആൻസർ തരും. അപ്പൊ നമുക്കിവിടെ എന്താണ്? നമ്മളിവിടെ റേഷ്യോ പ്രപ്പോർഷൻ വെച്ച് കണ്ടുപിടിക്കുന്നു. നമുക്കിവിടെ ക്യൂടെ പ്രപ്പോർഷനിൽ 2.4 മില്യൺ ആണെന്ന് തന്നിരിക്കുന്നു. അപ്പൊ ആ 2.4 മില്യൺ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? 3:5 is equal to 2.4 is to x എന്ന് പറയുന്നു. അതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കിട്ടുന്ന വാല്യൂവിന് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? 25% ആ എൻ ക്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പോസ്റ്റുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? അതിനെ ടാബുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ എന്തും ചെയ്യാണ്? ടിയുടെ പ്രപ്പോർഷനും ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ക്യൂയുടെ പ്രപ്പോർഷൻ ആണ് ചെയ്യുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ക്യൂയുടെ പ്രപ്പോർഷനിൽ എങ്ങനെയാ വന്നിരിക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്നത് 3:5 എന്ന് പറയുന്ന പോവർട്ടി ലൈൻ, അതായത് ബിലോ പോവർട്ടി ലൈന് സംഭവമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ആണല്ലോ. 3:5 ആണ്. അപ്പൊ ഇനി ടിയുടെ പ്രപ്പോർഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ബിലോ പോവർട്ടി ലൈൻ ആണ്. അപ്പൊ നമ്മൾ ഇതേ കണ്ടീഷൻ തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ബിലോ പോവർട്ടി ലൈൻ കണ്ടീഷനിൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 6 മില്യൺ ആണ്. എല്ലാ കണ്ടീഷൻസും നമുക്ക് അവിടെ ഇതേ രീതിയിൽ തന്നെ 6 മില്യൺ ആണ് അവിടെ കണ്ടീഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് റേഷ്യോ എത്രയാണ് തന്നിരിക്കുന്നത്? ഇവിടെ ക്യൂയുടെ പ്രപ്പോർഷൻ വരുമ്പം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3:5 ആണ് നമുക്ക് ഇവിടെ കണ്ടീഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ടിയുടെ കണ്ടീഷൻ ആകുമ്പോൾ എത്രയാകും? 5:3 ആവും നമ്മളുടെ ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ്? 5:3 ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 5:3
is equal to നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ പ്രപ്പോർഷനിലേക്ക് ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേ പ്രപ്പോർഷനിലേക്ക് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 5:3 is equal to ഇവിടെ 2.4 മില്യൺ ആണ്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6 മില്യൺ ആണ്. അപ്പൊ 6:x എന്ന് വരും. ഇതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എക്സ് കണ്ടുപിടിക്കുന്നു. എങ്ങനെ? നമുക്ക് x is equal to നമ്മളിവിടെ എന്താ ചെയ്തത്? 5 into 2.4 അങ്ങനെയല്ലേ ചെയ്തേ? സോ 6 into 3 divided by 5. അപ്പൊ എത്ര വരും? 6 3s are 18 divided by 5. അപ്പൊ നമുക്ക് 18 divided by 5 എന്ന് പറയുന്ന സമയത്ത് എത്രയായിരിക്കും നമുക്ക് അവിടെ വാല്യൂ കിട്ടുന്നത്? നമുക്ക് 3 പോയിന്റ് എത്രയാ കിട്ടുക? 18 divided by 5 3.6 എന്ന വാല്യൂ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്ത്, ഇത് നമ്മളിപ്പോ ചെയ്ത അതേ പ്രപ്പോർഷൻ തന്നെ. നമ്മളുടെ 2.5 ആണ് ഇനീഷ്യലി കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ 6 മില്യൺ ആണ്. അപ്പൊ 6 + 3.6 വിച്ച് വിൽ ഗിവ് യു 9.6 എന്ന ആൻസർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു പ്രപ്പോർഷനെ എത്രയാണ് അതിന്റെ റിലേഷൻ, ഇവിടെ നമുക്ക് എത്രയാണ് ക്യൂവിന്റെ അത് തന്നിരിക്കുന്നത്? ക്യൂവിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 25% ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ടിയുടെ റിലേഷൻ, ടി അല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പം ടിയുടെ റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ 5:3 എന്ന് പറയുന്ന പ്രപ്പോർഷൻ എടുത്തു. നമുക്ക് ഇവിടെ 15% ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 15% ഓഫ്, നമുക്ക് NQ ഇട്ടാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിൽ കാണാം. NQ is equal to നിങ്ങൾക്ക് എങ്ങനെ വരും? 9.6 മില്യൺ എന്ന് വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? NQയുടെ പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക. അതായത് 9.6 നമ്മൾ ഇതിനെ തിരിച്ചിടുക ഇൻറ്റു 100 divided by 15. നമ്മൾ ഇതിന്റെ നേരെ എന്താണ് ചെയ്യുന്നത്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് വരുന്നത്. 9.6 into 100. ഇതിന് നമുക്ക് വേണമെങ്കിൽ മറ്റേ 100 എഴുതിയിട്ടും ചെയ്യാട്ടോ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. 38.4 മില്യൺ എന്ന് കിട്ടും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 25.6 = 38.4 എന്ന് നമുക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 2:5. ഇതിന് നമുക്ക് റൗണ്ട് ചെയ്യാം കേട്ടോ. റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെയും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. സോ വെൻ യു ഗോ ഫോർ ദാറ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 2:5. Let's move on to the next question. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് ഒരു ടഫ്, മാക്സിമം ടഫ് എന്ന് പറയുന്ന ഏരിയയിൽ ചോദിക്കാനായിട്ടുള്ള പോസിബിൾ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കാനല്ല, ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ മാത്രമാണ്. ഇനിയുള്ളതെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ട് ചോദിക്കാനായിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള ഏരിയ വരുന്നത്. ഇനിയുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. The following table gives the percentage of marks obtained by 7 students in 6 different subjects എന്ന് പറയുന്നത്. 6 different subjectsൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? നമുക്ക് 1 2 3 4 5 6 സബ്ജക്ട്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫ്രണ്ട്സ്? മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്സ്, അതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. നോക്കിക്കേ, 150 130 120 100 60 70 അല്ലേ, 40 ബേസ് മാർക്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പം അത് നമ്മൾ കണക്കിലെടുക്കണം. കാരണം എല്ലാം 100-ലല്ല. നമ്മളിപ്പോ ആവറേജ് ഒക്കെ കാണുന്ന സമയത്ത്, അല്ലെ പെർസെന്റേജ് ഒക്കെ കാണുന്ന സമയത്ത് എന്താണ് അവിടെ നമുക്ക് ആവറേജ് കാണുമ്പോൾ അത്ര പ്രശ്നമില്ല. പെർസെന്റേജ് കാണുന്ന സമയത്ത് നമുക്ക് ആ ടോട്ടൽ സം കാണേണ്ട ഒരു പ്രശ്നം വരും. അപ്പൊ അത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ ഡിഫറൻസ്, അതായത് ഒന്ന് 150 ഒന്ന് 130 ഒക്കെയാണ്. അപ്പൊ നമ്മൾ 100 എന്നുള്ള പ്രപ്പോർഷനിലേക്ക് പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അത്രയും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 1 2 3 4 5 6 7 7 കുട്ടികളാണുള്ളത് ആണല്ലോ. ആയുഷ്, അമൻ, സജൽ, രോഹിത്, മുസ്കാൻ, തൻവി, തരുൺ. ഇവരുടെ പേരൊന്നും ഓർത്ത് വെക്കണ്ട കേട്ടോ. ഓക്കെ, ജസ്റ്റ് കുട്ടികൾ എത്ര ഉണ്ട് പേര് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ, കാരണം എല്ലാവരും പേര് ഓർത്ത് വെച്ചിട്ട് നമുക്ക് എന്താ കാര്യം? നമുക്ക് ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്യുന്ന പേര് വരുന്ന മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. നമുക്ക് എത്ര സബ്ജക്ട്സ് ഉണ്ട്? 6 സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. എത്ര കുട്ടികളുണ്ട്? നമുക്ക് മൊത്തം 7 സ്റ്റുഡൻസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ടോട്ടൽ മാർക്സിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്നും നമ്മൾ അവിടെ എന്ത് ചെയ്തു? പോസ്റ്റുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. What was the aggregate of marks obtained by Sajal in all the 6 subjects? 6 സബ്ജക്ട്സിലും സജൽ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന അഗ്രിഗേറ്റ് മാർക്സ് എത്രയാണ് എന്നുള്ളതാണ്. അതായത് സം ടോട്ടൽ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സജലിന്റെ മാർക്ക് എടുക്കുക. സജൽ അതോ ഇവിടെയല്ലേ കിടക്കുന്നത്? യെസ്. അപ്പം 90 +
60 plus 70 plus 70 plus 90 plus 70. സോ എത്രയാണ് ആൻസർ വരുന്നത്? യുവർ ആൻസർ വിൽ ബി 450. ഒന്നും ചെയ്യണ്ട, നമ്മളിവിടെ കീവേഡ് എന്താ? അഗ്രിഗേറ്റ് ഓഫ് മാർക്ക് ആണ്. ആരുടെ അഗ്രിഗേറ്റ്? സജലാണ്. സജലിന്റെ അല്ലേ ചോദിച്ചത്? എത്ര സബ്ജക്ട്? 6 സബ്ജക്ട്സ്. ചിലപ്പം കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി 3 സബ്ജക്ട്സ്, 4 സബ്ജക്ട്സ്, 2 സബ്ജക്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തരൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, ഇൻ വിച്ച് സബ്ജക്ട് ഇസ് ദ ഓവറോൾ പെർസെന്റേജ് ദ ബെസ്റ്റ്? അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത്, നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമ്മളിവിടെ തന്നിരിക്കുന്നത് പെർസെന്റേജ് തന്നെയല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, പെർസെന്റേജ് ഓഫ് മാർക്സ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം എല്ലാത്തിന്റെയും ടോട്ടൽ നമുക്ക് ഇവിടെ കാണണ്ട. ഏതിന്റെയൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് മാത്സിൻ്റെത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് കെമിസ്ട്രി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഫിസിക്സ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഹിസ്റ്ററി, അല്ലെ? യെസ്. അപ്പം ഇത്രയും സബ്ജക്ട്സിന്റെയാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് പെർസെന്റേജിന്റെ ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയേക്കാം. എങ്ങനെ? നമ്മൾ ഇതിന്റെ ജസ്റ്റ് ആ ടോട്ടൽ, കാരണം പെർസെന്റേജ് ആയി തന്നെയാണല്ലോ തന്നിരിക്കുന്നത്, അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടും ഇല്ല. ഇനി എന്താണ്? നമുക്കിപ്പോ മാത്സിന്റെ ടോട്ടൽ നോക്കാം. 90 പ്ലസ്, വളരെ കോൺസെൻട്രേറ്റ് ചെയ്യാം, പ്ലസ് 100 പ്ലസ് 90 പ്ലസ് 80 പ്ലസ് 80 പ്ലസ് 70 plus 65. So you will get the answer as 575. അടുത്ത നമുക്ക് ഏതാ? കെമിസ്ട്രി ആണ് കണ്ടുപിടിക്കേണ്ടത്. കെമിസ്ട്രി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 50 പ്ലസ് 80 പ്ലസ് 60 പ്ലസ് 65 പ്ലസ് 65 പ്ലസ് 75 plus 35. So you will get the value as 430. ഇനി അടുത്തത് എന്താണ്? ഫിസിക്സ് ആണ് വരുന്നത്. ഫിസിക്സിൽ എങ്ങനെ വരും? 90 പ്ലസ് 80 പ്ലസ് 70 പ്ലസ് 80 പ്ലസ് 85 പ്ലസ് 65 plus 50, which you will get the value as 520. നമുക്ക് ജോഗ്രഫി കാണണ്ട അല്ലെ, വെറുതെ സമയം കളയണ്ട. നമുക്ക് ഓൾറെഡി നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യും എന്നുള്ളതല്ലേ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ക്വറി. യെസ്. അടുത്തത് ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ നമുക്ക് എങ്ങനെ എടുക്കാം? 70 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 60 പ്ലസ് 50 പ്ലസ് 40 plus 8. So you will get the value as 470. So highest ഏതാ വരുന്നേ? മാത്സ് അല്ലേ വരുന്നത്. സോ എന്തായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? മാത്സ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് ദ ഓവറോൾ പെർസെന്റേജ് ഓഫ് തരുൺ? ഓവറോൾ പെർസെന്റേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആണല്ലോ, തരുണിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓവറോൾ പെർസെന്റേജ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആണല്ലോ, യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ ഇതിനെ ആഡ് ചെയ്യാം. 65 പ്ലസ് 35 പ്ലസ് 50 പ്ലസ് 77 പ്ലസ് 80 പ്ലസ് 80. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 387 എന്ന് കിട്ടി. നമ്മൾ തരുണാണ്, തരുണല്ലേ നമ്മളോട് ചോദിച്ചത്. തരുണിന്റെ കേസാണ്. ഓവറോൾ ആണേ ചോദിച്ചത്, വെറും പെർസെന്റേജ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടേഷനിലേക്ക് വരുന്നത്. പെർസെന്റേജ് ആയിട്ട് തന്നെയല്ലേ തന്നിരിക്കുന്നത് എന്ന ചിലപ്പം ചിന്തിച്ചേക്കാം. അങ്ങനെയല്ല, ഓവറോൾ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എല്ലാ സബ്ജക്ട്സിന്റെയും എടുത്തിട്ടല്ലേ നമ്മൾ ടാബുലേറ്റ് ചെയ്യുക. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞു? 387 കിട്ടി. ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മാത്സിന്റെ മാർക്ക് എന്ന് പറയുന്നത് 150 പ്ലസ്, അതിനാണ് നമ്മൾ ഓരോ സബ്ജക്ട്സിന്റെയും മാർക്കിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത്. 150 പ്ലസ് 130 പ്ലസ് 120 പ്ലസ് 100 പ്ലസ് 60 പ്ലസ് 40. സോ എത്ര കിട്ടും ഫ്രണ്ട്സ്? 600 ഇൻറ്റു നമ്മൾ പെർസെന്റേജ് ആക്കല്ലേ 100. അപ്പൊ എത്ര വരും? 387 ഡിവൈഡഡ് ബൈ 600 into 100, which will give you the value 64.5%. ഓപ്ഷനിലുണ്ടോ? യെസ്, 64.5%. അപ്പം
ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടാണ് വരുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following table gives the sales of batteries manufactured by company over the year. Battery manufacture അല്ലെങ്കിൽ സെയിൽസ് കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എങ്ങനെ തന്നിട്ട് നമുക്ക് ഈ 4AH, 7AH, 32AH, 35AH, 55AH ടോട്ടൽ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്തിട്ട് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഇവിടെ തന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക 1, 2, 3, 4, 5 അല്ലെ 5 ടൈപ്പ് ഓഫ് ബാറ്ററീസ് നമുക്ക് 5 types of batteries നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ വർഷം? 1992, 1993, 94, 95, 96, 97, 98. യെസ്, 1, 2, 3, 4, 5, 6, 7. നമുക്ക് എത്ര വർഷങ്ങളും തന്നിട്ടുണ്ട് ഫ്രണ്ട്സ്? 7 ഇയേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇന്റർപ്രറ്റ് ചെയ്തു. എന്താണ്? നമുക്ക് 5 ടൈപ്സ് ആണ് തന്നിരിക്കുന്നത്. 5 ടൈപ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഇയേഴ്സിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമുക്കൊരു ടോട്ടലും തന്നിട്ടുണ്ട്. What was the approximate percentage increase in the sales of 5AH batteries? Okay, percentage increase ആണ് ചോദിക്കുന്നത്. എന്ത്? സെയിൽസ്, പൊതുവെ സെയിൽസ് തന്നെയാണല്ലോ. ഓക്കെ, ബാറ്ററീസ് ഇൻ 1998 ആസ് കമ്പയർഡ് ടു 1992. അപ്പൊ 2 വർഷം 1998 ഏത് ബാറ്ററി? 55AH. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ബാറ്ററിനെ എടുത്തു. 55AH ആണ്. ഓക്കെ, 1998. ഓക്കെ, 1998 എന്തുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? 1992 ആയിട്ട്. 1998 1992 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മളോട് പെർസെന്റേജ് ഹൈക്കാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യാ? വളരെ സിമ്പിൾ ആണ്. 145 മൈനസ് നമുക്ക് എത്രയാണ് തന്നത്? 108. 108 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 100. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്? 145 മൈനസ് 108. അപ്പൊ എത്ര കിട്ടി? 37 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 100. അപ്പൊ എങ്ങനെ വരും? 37 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 100. അപ്പൊ അങ്ങനെയാണല്ലോ വരണേ. എത്ര വരിക? 34.2%. ഇവിടെ 34.2 എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഫ്രണ്ട്സ്? 34.2 എന്ന് തന്നെ പറഞ്ഞിട്ട് തന്നിരിക്കും. ചില സിറ്റുവേഷൻസിൽ എന്ത് തരില്ല? 34.2 എന്ന് പറയുന്നത് തന്നിരിക്കില്ല. അപ്പൊ അപ്രോക്സിമേറ്റ് ആയി എടുത്താൽ മതി. 34%. ഇനി 34.6 ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് ഫിഗറിലേക്ക് എടുക്കണം കേട്ടോ. 35. ഇനി അങ്ങനെ 35 തന്നില്ലെങ്കിൽ 34ലേക്ക് തന്നെ നമ്മൾ പോയാൽ മതി. ടോട്ടൽ സെയിൽസ് ഓഫ് ഓൾ ദ 7 years ഇസ് മാക്സിമം ഫോർ വിച്ച് ബാറ്ററി? ഏത് ബാറ്ററിക്കാണ് എല്ലാ 7 ഇയേഴ്സിലെയും ടോട്ടൽ സെയിൽസ് മാക്സിമം വരുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? 4AH തന്നിട്ടുണ്ട്. ഓക്കെ, ഫോർ ഓൾ ദ 7 years, എല്ലാ 7 ഇയേഴ്സിലുമാണ് ചോദിച്ചിരിക്കുന്നത് മാക്സിമത്തിൽ എത്തുന്നത്. അപ്പൊ ഏതൊക്കെ നമുക്ക് തന്നത്? 4AH നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ ഏതാ കണ്ടുപിടിക്കേണ്ടത്? 7AH നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ 32AH നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പിന്നെ എന്താണ്? നമുക്ക് 35 ഉണ്ടോ? യെസ്, 35AH നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. നമുക്ക് 7 വർഷം അല്ലെ? 1, 2, 3, 4, 5, 6, 7 വർഷം അല്ലെ? ഇതിൽ നമുക്ക് ടോട്ടൽ സെയിൽസ് ടാബുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ്? 4AH നമ്മൾ കണ്ടുപിടിക്കണം. 7AH ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. 32AH ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. 35AH ടോട്ടലും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ വരും? 75 പ്ലസ് 90 പ്ലസ് 96 പ്ലസ് 105 പ്ലസ് 90 പ്ലസ് 105 പ്ലസ് 115, which will give you the answer 676. ഇനി നമുക്ക് 7AH ഇത് നോക്കാം. 144 plus 126 plus 114 plus 90 plus 75 plus 60 plus 85, which will give you 694. ഇനി നമുക്ക് അടുത്ത 32AH ആണ്. 32AH 114 plus 102 plus 75 plus 150
plus 135 plus 165 plus 160. So your answer will be 901. ഓക്കെ, നമുക്കിത് ക്രോസ് ചെക്ക് ചെയ്ത് ഒന്നുകൂടെ നോക്കണം. കാരണം നമ്മൾ കൺഫ്യൂഷൻ ആയി ചിലപ്പോൾ പോകാം. ചിലപ്പോൾ ചില ഫിഗേഴ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത് തെറ്റിപ്പോകാം. 102 പ്ലസ് 84 പ്ലസ് 105 പ്ലസ് 90 പ്ലസ് 75 പ്ലസ് 45 പ്ലസ് 100. അപ്പൊ എത്രയാണ്? 601 ആണ് വരുന്നത്. അപ്പം നമുക്കിനി ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. എപ്പോഴും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, 75 പ്ലസ് 90 പ്ലസ് 96 പ്ലസ് 105 പ്ലസ് 90 പ്ലസ് 105 പ്ലസ് 115 676. യെസ്, അത് കറക്റ്റ് ആണ്. അടുത്തത് 7AH. 7AH വരുമ്പോൾ 144 പ്ലസ് 126 പ്ലസ് 114 പ്ലസ് 90 പ്ലസ് 75 പ്ലസ് 60 പ്ലസ് 85, which will give you the answer 694. Yes, correct. അടുത്തത് 32AH. 32AH ന്റെ നോക്കിക്കേ, 114 പ്ലസ് 102 പ്ലസ് 75 പ്ലസ് 150 പ്ലസ് 135 പ്ലസ് 165 പ്ലസ് 160, which will give you 900. അതും എന്താണ്? It is also perfect. ഇനി അടുത്തത് 35AH ആണ്. 102 പ്ലസ് 84 പ്ലസ് 105 പ്ലസ് 90 പ്ലസ് 75 പ്ലസ് 45 പ്ലസ് 100, which will give you 601. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഹൈയസ്റ്റ് വരുന്നത് ഏത് തന്നെയാണ്? 32AH ആണ്. അപ്പം ആൻസർ ഏതാണ് വരിക? 32AH. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് മൈൻഡ് ഫ്രീ ആയിരിക്കണം. കാരണം പൊതുവെ സ്റ്റുഡൻസിന് കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അയ്യോ ടൈം പോയിക്കൊണ്ടിരിക്കുന്നു, ഇത് കിട്ടുന്നില്ല, ഇതിലേക്ക് എങ്ങനെയും കിട്ടണം എന്ന് വിചാരിച്ച് അതും ഇതും ഇല്ലാത്ത രീതിയിലാണ്. അപ്പൊ എന്ത് ചെയ്യാ വെച്ചാൽ, കൂൾ ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. വെൻ യു സോൾവ് ദി പ്രോബ്ലംസ് ഇൻ എ കൂൾ മാനർ, എന്തായാലും നമുക്ക് അവിടെ ആൻസർ കിട്ടിയിരിക്കും. Next is, what is the difference in the number of 35AH batteries sold in 1993 and 1997? അപ്പൊ നോക്കിക്കേ, കീവേഡ്സ് എന്താ? 35AH ബാറ്ററി, 1993, 1997. അപ്പൊ നോക്കിക്കേ, ഏതാണ്? I'll use another color, I'll use green color. അപ്പൊ ഏതാണ് വരുന്നത്? 35AH ബാറ്ററി. അപ്പൊ നമ്മൾ എടുത്തു 35AH ബാറ്ററി. ഇങ്ങനെ വരയ്ക്കാൻ നമുക്ക് പ്രോബബ്ലി ആ എക്സാമിന് സാധിക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ ഈ വരയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യാ ഫ്രണ്ട്സ്, നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസിയർ. അപ്പൊ 35AH ആണ് വരുന്നത്. ഡിഫറൻസ് ആണ് ചോദിച്ചത്, 1993, 1997. ഓക്കെ, 35AH 1993യും 1997. ഓക്കെ, അപ്പൊ അതായത് 84 മൈനസ് 45. അപ്പൊ എത്ര കിട്ടും? 939. ഇനി നമ്മളോട് തന്നിരിക്കുന്നത്, അപ്പൊ നിങ്ങൾ ഇവിടെ ഡൗട്ട് അടിക്കുന്നത് എന്ത് 000 തന്നിരിക്കുന്നതെന്ന് ഡൗട്ട് അടിക്കണ്ട. നമുക്ക് ഇവിടെ എന്താണ്? നമ്പർ ഇൻ 1000 എന്നല്ലേ തന്നിരിക്കുന്നത്? യെസ്. അപ്പം എന്ത് ചെയ്യുക? 39 ഇൻറ്റു നമ്മളുടെ ഒരു കൺവീനിയന്റിന് വേണ്ടി നമ്മൾ ഇവിടെ എളുപ്പത്തിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു എന്നത് മാത്രം. അപ്പൊ എത്രയാണ് കിട്ടുക ഫ്രണ്ട്സ്? 39,000. ആൻഡ് യുവർ ആൻസർ വിൽ ബി 39,000. ഓക്കെ. In case of which battery? Yes, this is an important question. Okay, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂസ്ഡ് ആവാനായിട്ടുള്ള പാറ്റേൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. In case of which battery there was a continuous decrease in sales? Okay, സെയിൽസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ആണ് ചോദിക്കുന്നത്. എപ്പം മുതൽ? 1992 മുതൽ 1997 വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിക്ലൈനിനെ കുറിച്ചാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെ ബാറ്ററീസ് ആണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. 4AH നമുക്കിവിടെ തന്നിട്ടുണ്ട്. ദെൻ 7AH നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ യു ആർ ഗിവൺ 32AH നമുക്കിവിടെ തന്നിട്ടുണ്ട്. അടുത്തത് 35AH.
ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റുഡന്റ് ഫ്രണ്ട്സ് തന്നിരിക്കുന്നത്? 4AH തന്നിട്ടുണ്ട്, 7AH തന്നിട്ടുണ്ട്, 32AH തന്നിട്ടുണ്ട്, 35AH തന്നിട്ടുണ്ട്. ഏതൊക്കെ വർഷം അല്ലെ ഏത് മുതൽ ഏത് വരെ? 1992 to 1997. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്യാം. 1992 മുതൽ 1997 വരെയുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കണ്ടീഷൻ എടുക്കുന്നു. ആദ്യം 4AH 1992 മുതൽ 1997 വരെ, അതായത് ഇത്രയും വർഷം. നോക്കിക്കേ നമുക്കിവിടെ, പക്ഷെ നോക്കിക്കേ 97 ആയപ്പോഴേക്കും ഇവിടെ കുറഞ്ഞെങ്കിലും പിന്നെയും കൂടി അല്ലേ? കുറഞ്ഞെങ്കിലും പിന്നെയും കൂടുകയാണ് ചെയ്തത്. നമ്മളോട് കുറയല്ലേ ചെയ്തത്? കുറയുന്ന കണ്ടീഷൻ അല്ലേ ചോദിച്ചപ്പം 4AH അല്ല. ഇനി 7AHന്റെ കണ്ടീഷൻ. 7AH യെസ്, നോക്കിക്കേ ഈ ലാസ്റ്റ് ആണ് അത് ഹൈക്ക് ആയത്. ബാക്കി എല്ലാം അത് കുറഞ്ഞു വരിക ചെയ്തിരിക്കുന്നത് ആണല്ലോ. യെസ്, ചാടിക്കേറി അതിലേക്ക് ആൻസർ ചെയ്യാൻ നിൽക്കരുത്. ഇനി ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തൊക്കെ പോവാറുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസും വരാറുണ്ട് കേട്ടോ. അപ്പൊ 7AH നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു, അവിടെ നിൽക്കട്ടെ. ഇനി 32AH അല്ല, എന്തായാലും അല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറഞ്ഞാലും പിന്നെ ഇവിടെ കൂടിയുണ്ട്. അപ്പൊ എന്തായാലും 32AH അല്ല, നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് 35AH ആണോ നോക്കാം. 35AH അല്ല അല്ലെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 84 കഴിഞ്ഞിട്ട് ഒരു ഹൈക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കിക്കേ, ഇവിടെ ഫുൾ ഇങ്ങനെ കുറഞ്ഞു വരുന്ന പാറ്റേൺ. ഇവിടെ ചെറിയൊരു ഹൈക്ക് വന്നിട്ടില്ലേ? യെസ്, അപ്പൊ നമ്മളുടെ ആൻസർ എന്ത് തന്നെയായിരിക്കും? അപ്പൊ ഇതും അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ടാണ് വരാനുള്ള പോസിബിലിറ്റി ഉള്ളത്? 7AH ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് പോസ്റ്റുലേറ്റ് ചെയ്തത്. ആദ്യത്തെ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടഫ് ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. പിന്നെ എല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈ ഡയഗ്രാം, അതുപോലെ തന്നെ ലൈൻ ഗ്രാഫ്, അങ്ങനെ മുതലായ കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഗവേണൻസും കൂടി ഉണ്ട്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ഫീൽഡിൽ നിന്നും ചോദിക്കാനുള്ള പോസിബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. So thank you for the section. Stay blessed.